ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയുടെ മകൻ അറസ്റ്റിൽ. തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണുണ്ടായതെന്ന് പ്രതി പോലീസിനോട്. അതിരപ്പള്ളിയിൽ കാട്ടാനിറങ്ങി പ്രദേശവാസികളെയും വനപാലകരെയും ഓടിച്ചു. സ്ഥലത്ത് ഏറെ നേരം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ആന കാട് കയറിയത്. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളയാട്ടം, ബസ്സിനും വീടിനും നേരെ ആക്രമണം. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയുടെ മകൻ അറസ്റ്റിൽ. തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണ് ഉണ്ടായതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പടിഞ്ഞാറെ വെമ്പലൂർ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് വീട്ടിൽ സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തങ്കമണിയുടെ സഹോദരിയുടെ മകൻ മാവേലി വീട്ടിൽ 34 വയസ്സുള്ള ശ്യാംലാലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നേരിയ മാനസികാസ്വാസ്ഥ്യമുള്ള തങ്കമണിയെ മനോരോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും ഇതേ തുടർന്ന് വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണ് ഉണ്ടായതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ തങ്കമണി മരണമടഞ്ഞിരുന്നു. പിന്നീട് സ്വാഭാവിക മരണമെന്ന നിലയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇതിനിടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മതിലകം പോലീസ് അന്വേഷണം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് തങ്കമണി മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാർ, മതിലകം പോലീസ് ഇൻസ്പെക്ടർ K നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത്. മീഡിയ ടൈം, കയ്പമംഗലം. കൊച്ചി എളമക്കരയിൽ ലോഡ്ജിൽ കണ്ട സെക്യൂരിറ്റി ജീവനക്കാരന്റെ മരണം കൊലപാതകം. തൃശൂർ സ്വദേശി മനോജിന്റെ മരണമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ വിജിത് സേവ്യറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എളമക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു മനോജ്, വിജിത് സേവ്യർ എന്നിവർ. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കയ്യാങ്കളിയിലും കൊലപാതകത്തിലും കലാശിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. നെഞ്ചിനേറ്റ ശക്തമായ മർദ്ദനമാണ് മരണകാരണം. ലോഡ്ജിൽ മൃതദേഹം കണ്ട ശേഷം പോലീസ് നടത്തിയ ശരീരപരിശോധനയിൽ കൊലപാതകമെന്ന് സംശയം തോന്നിയിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകം സ്ഥിരീകരിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിജിത് സേവ്യറാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞു. ഫോറൻസിക് സംഘം ഇവർ താമസിച്ചിരുന്ന എളമക്കര മേനോൻ പറമ്പ് റോഡിലെ ലോഡ്ജിലെത്തി തെളിവുകൾ ശേഖരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, കൊച്ചി. അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി പ്രദേശവാസികളെയും വനപാലകരെയും ഓടിച്ചു. സ്ഥലത്ത് ഏറെ നേരം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ആന കാട് കയറിയത്. വെറ്റിലപ്പാറ അരൂർമൊഴിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം തുമ്പൂർമൊഴിയിൽ കാട്ടാന ഇറങ്ങി പെട്ടിക്കട തകർത്തിരുന്നു. ഫെൻസിംഗ് ലൈൻ തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. പിന്നീട് റോഡിൽ ഇറങ്ങിയ കാട്ടാന ആളുകളെ ഓടിക്കുകയായിരുന്നു. ജനവാസ മേഖലയിൽ വീടുകൾക്ക് സമീപം കാട്ടാന എത്തിയതും പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയവരും കാട്ടാനയെ കണ്ട് ഓടി. അതിനിടയിൽ ആന ഇറങ്ങിയ വിവരം കുന്നുംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും വാഹനം ഇല്ലെന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്ന് പ്രദേശവാസികൾ പരാതി പറഞ്ഞു. ആന പിന്നീട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് എത്തിയതോടെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തി ആനയെ ഓടിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ആന ഓടിച്ചു. ഒടുവിൽ നാട്ടുകാരും വനപാലകരും ചേർന്ന് റോഡിൽ വാഹനങ്ങൾ നിയന്ത്രിച്ച് ആനയെ കാട് കയറ്റുകയായിരുന്നു. കാട്ടാനയുടെയും പുലിയുടെയും നിരന്തര ശല്യമുള്ള മേഖലയാണ് അതിരപ്പള്ളി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം തുമ്പൂർമുഴിയിൽ കാട്ടാന ഇറങ്ങി പെട്ടിക്കട തകർത്തിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളയാട്ടം, ബസ്സിനും വീടിനും നേരെ ആക്രമണം. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കയ്പമംഗലം സുജിത് ബീച്ച് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. രാത്രി 11 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പിന്റെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്.
റോഡിൽ ഇരിക്കുകയായിരുന്ന സന്തോഷ് എന്നയാളെയും മർദ്ദിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വഞ്ചിപ്പുര ബീച്ചിലെത്തിയ സംഘം കിഴക്കേടത്ത് ജയശാഖന്റെ വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മാണ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. നാടിന്റെ വികസനത്തെ തുരങ്കം വയ്ക്കുന്ന ക്ഷുദ്രശക്തികളാണ് ഇതിന് പിറകിലെന്നും MLA അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കൽ നടപടി നിയമപരമായാണ് പൂർത്തീകരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞു വരുന്ന ചില സങ്കുചിത താല്പര്യക്കാരെ പ്രചരണം നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മലയോര ഹൈവേയുടെ പ്രപ്പോസൽ 2013 ആരംഭിക്കുമ്പോൾ മലയോര മേഖലകളിൽ നിന്ന് 12 മീറ്റർ വീതിയിൽ ഭൂമി ഫ്രീ സറണ്ടർ കിട്ടുകയാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ മലയോര ഹൈവേ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഹൈവേ നിർമ്മിക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രപ്പോസൽ പോയിട്ടുള്ളത്. ചാലക്കുടി മണ്ഡലത്തിലെ വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്ത് 95% ആളുകൾ ഈ വലിയ വികസന പ്രവർത്തനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്. തീരദേശത്തെ ആദ്യത്തെ മാതൃകാ ശലഭോദ്യാനം ഒരുക്കി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. എടത്തുരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ PC സജനയാണ് നിർവഹണ ഉദ്യോഗസ്ഥ. ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശലഭോദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. എടത്തുരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ PC സജന നിർവഹണ ഉദ്യോഗസ്ഥയായ ശലഭോദ്യാനം പദ്ധതി മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സജ്ജമാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌമി പ്രസാദ്, VS ജിനേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, സജീഷ് സത്യൻ, ഷിനി സതീഷ്, ഹേന രമേശ്, ഷൈജ ഷാനവാസ്, AV ഗിരിജ, KS അനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി T ബിനോയ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. മറ്റത്തൂർ 3 മുറിയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ മോഷണം. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിലാണ് വ്യാഴാഴ്ച രാത്രി മോഷണം നടന്നത്. കടയുടെ പുറകിലെ ഷട്ടർ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ CCTVയുടെ അനുബന്ധ ഉപകരണങ്ങളും മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനകൾക്ക് ശേഷമേ യഥാർത്ഥ നഷ്ടം പറയാനാവൂ എന്ന് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. കയ്പമംഗലം കമ്പനിക്കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരക്കടിഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കമ്പനിക്കടവിന് വടക്കുഭാഗത്ത് കടലാമയുടെ ജഡം കണ്ടത്. വൈകിട്ട് കടൽ കാണാനെത്തിയവരാണ് തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചു കയറിയ നിലയിൽ ചത്ത കടലാമയെ കണ്ടത്. ഏതാനും ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കടലാമയുടെ ജഡവും കരക്കടിഞ്ഞിരുന്നു. മുട്ടയിടാനോ മറ്റോ കരയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചതാകാമെന്നാണ് നിഗമനം. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി പ്രസ് പറമ്പിലും ദേശീയ പാതയോരത്തെ മാലിന്യ കൂമ്പാരത്തിനും 2 വട്ടം തീപിടിച്ചു. സെക്യൂരിറ്റി പ്രസിന്റെ മെയിൻ ഗേറ്റിന് സമീപത്തായ റോഡരികിൽ ആളുകൾ കൊണ്ടുവന്നിരുന്ന മാലിന്യത്തിനാണ് ആദ്യം തീപിടിച്ചത്. അവിടെ നിന്നും പ്രസിന്റെ പറമ്പിലെ അടിക്കാടുകൾക്കും തീപിടിക്കുകയായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാൻ സാധിച്ചത്. ഒരു തവണ തീയണച്ചു പോന്ന ശേഷം വീണ്ടും പുകഞ്ഞ് തീപിടിച്ചതും ഫയർഫോഴ്സ് എത്തി അണയ്ക്കുകയായിരുന്നു. ഇനിയും തീപിടിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു.
സേനാംഗങ്ങളായ PS സന്തോഷ് കുമാർ, PK അജിത് കുമാർ, രോഹിത് K ഉത്തമൻ, നിഖിൽ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 തവണയും തീയണച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിറവ് പദ്ധതിയുടെ ഭാഗമായി ഡിമെൻഷ്യ ബോധവൽക്കരണ ക്ലാസുകളും ക്ലിനിക്കുകളും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് മുതിർന്നവരുടെ ആരോഗ്യ മേഖലയിൽ, അവരുടെ സാമൂഹ്യക്ഷേമ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതിനപ്പുറത്ത് നിന്ന് അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ അവർക്ക് ആവശ്യമായ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനമടക്കം നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച മാതൃകാ പദ്ധതികൾ നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്തിനുള്ള YF സേവന അവാർഡ് കൂടി നേടിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് 2013 ആരംഭിച്ച വയോജന ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിനകത്ത് പരിഗണിക്കപ്പെടേണ്ടവരാണ് മുതിർന്ന പൗരന്മാരെന്ന ഒരു ചിന്താഗതി നമ്മുടെ നാടിനകത്തുള്ളത്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ രേഖ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ അഖില ഫർസാന സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA ബൈജു, മഞ്ജു സതീശൻ, സ്നേഹദീപം വയോജന ക്ലബ് പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു. പള്ളിനട ശാന്തിപുരം വില്ലേജ് ഓഫീസിന് എതിർവശം ആരംഭിച്ച നീതി സ്റ്റോറിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ AA സാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ PA ഇബ്രാഹിം കുട്ടി, സൗദ നാസർ, സെറീന സഗീർ, ബാങ്ക് പ്രസിഡന്റ് അഷറഫ് കട്ടകത്ത്, വൈസ് പ്രസിഡന്റ് KK സത്യനാരായണൻ എന്നിവർ സംസാരിച്ചു. പറവൂർ കിഴക്കേപ്രം ശ്രീ പാലാരി ഭഗവതിയുടെ തിരുവുത്സവത്തിന് കൊടിയേറി. തൃക്കൊടിയേറ്റിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഫെബ്രുവരി 29 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. ബുധനാഴ്ച 3 ഗജവീരന്മാർ അണിനിരക്കുന്ന വലിയ വിളക്ക്, നാദസ്വരം, ചെണ്ടമേളം എന്നിവ നടക്കും. വ്യാഴാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ അഗ്രികൾച്ചറൽ ക്ലബിന്റെ ഗ്രീൻ ഹൗസ് ഉദ്ഘാടനം നടന്നു. SN മിഷൻ സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ പച്ചക്കറികൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. SN മിഷൻ വൈസ് ചെയർമാൻ ES രാജൻ അധ്യക്ഷത വഹിച്ചു. KK സിദ്ധാർത്ഥൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വിദ്യാർത്ഥി പ്രതിനിധി ഭദ്ര M സുമൽ, അഗ്രികൾച്ചറൽ ക്ലബ് കോർഡിനേറ്റർ ഭാഗ്യ P മേനോൻ, TG ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്ക് എടവിലങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നേച്ചർ ഫ്രഷ് എന്ന പേരിലാണ് എടവിലങ്ങ് സെന്ററിൽ വെജിറ്റബിൾ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR കൈലാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, കുടുംബശ്രീ പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ റീന ആന്റണി, വൈസ് ചെയർപേഴ്സൺ ജയ മനോജ്, സെക്രട്ടറി K മിനി എന്നിവർ സംസാരിച്ചു. LIC ഏജൻസ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഡിവിഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത MC അജികുമാറിന് സ്വീകരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സീനിയർ ബ്രാഞ്ച് മാനേജർ C ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ഐഷ ബീവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ER അനിരുദ്ധൻ, P അമൃതകുമാർ എന്നിവരെ ആദരിച്ചു. സീനിയർ ഏജന്റ് KK ഗോപാലകൃഷ്ണൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ സുരേഷ് ബാബു, TD പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊരട്ടി ഗാന്ധിഗ്രാം ത്വക്ക് രോഗാശുപത്രിയുടെ പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. 4 കോടി രൂപ ചിലവിലാണ് പുതിയ OP ബ്ലോക്ക് നിർമ്മിക്കുന്നത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു ഖണ്ഡരുമണത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ സിന്ധു രവി, പഞ്ചായത്ത് അംഗം ലിജോ ജോസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മനേഷ് സെബാസ്റ്റ്യൻ, KA സുരേഷ്, സിബി വട്ടലായി, ഡേവിസ് മാമ്പ്ര, ജോഷി മംഗലശ്ശേരി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സ്നേഹജ തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ഇന്റർനാഷണൽ ഡേ ആഘോഷവും ചാലക്കുടി ടൗൺ ലോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നായരങ്ങാടി വിദ്യാഭവൻ LP സ്കൂളിൽ ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് പാത്രങ്ങളും കളിപ്പാട്ടങ്ങളും നൽകി. സ്കൂളിലെ രക്ഷാകർത്താക്കൾക്കായി ആരോഗ്യ സുരക്ഷാ ക്യാമ്പും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് PD ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ജോജു പതിയാമ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. KK കുഞ്ഞുമോൻ, VB സജിലേഷ്, സ്കൂൾ പ്രധാന അധ്യാപിക ബീന പോൾ, സ്കൂൾ മാനേജർ ജീസൺ ചാക്കോ, റോട്ടറി ക്ലബ് ഭാരവാഹികൾ, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയുടെ മകൻ അറസ്റ്റിൽ. തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണുണ്ടായതെന്ന് പ്രതി പോലീസിനോട്. അതിരപ്പള്ളിയിൽ കാട്ടാനിറങ്ങി പ്രദേശവാസികളെയും വനപാലകരെയും ഓടിച്ചു. സ്ഥലത്ത് ഏറെ നേരം ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ആന കാട് കയറിയത്. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളയാട്ടം, ബസ്സിനും വീടിനും നേരെ ആക്രമണം. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.